വെറും സൗഹൃദമല്ല, രണ്ടു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ആന സൗഹൃദത്തിന്റെ കഥയാണ് പറയാൻ പോകുന്നത്. കർണാടകയും ആന്ധ്രാപ്രദേശുമാണ് ആനകളെ കൈമാറി സൗഹൃദം ഊട്ടിയുറപ്പിച്ചത്. മനുഷ്യമൃഗ സംഘർഷങ്ങൾ രൂക്ഷമായ ആന്ധ്രാപ്രദേശിൽ കാട്ടാനകളെ മെരുക്കാനാണ് കർണാടക കുങ്കിയാനകളെ കൈമാറിയത്. ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും. വേദി ഇങ്ങനെ താരങ്ങളെ കൊണ്ട് നിറയുമ്പോഴും കർണാടക നിയമസഭയ്ക്ക് മുൻപിലെ ഇന്നത്തെ താരങ്ങൾ ഇവരാണ്. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ആന സൗഹൃദത്തിനാണ് കർണാടക നിയമസഭാ മന്ദിരം ഇന്ന് വേദിയായത്. കൊമ്പൻ മഹേന്ദ്ര, തൊട്ടുപിറകിൽ നാഗപ്പ, കർണാടക വനം വകുപ്പിന്റെ എണ്ണം പറഞ്ഞ കുങ്കിയാനകൾ. ആന്ധ്രാപ്രദേശ് വനമേഖലയിലെ മനുഷ്യമൃഗസംഘർഷം കുറയ്ക്കുകയാണ് ഇനി കുങ്കികളുടെ ദൗത്യം. ഇതിനായി 6 കുങ്കിയാനകളെയാണ് കർണാടകം ആന്ധ്രയ്ക്ക് കൈമാറിയത്. truly a brotherly state. Andhra ರಾಜ್ಯದ ಎಲ್ಲ ಅಧಿಕಾರಿ ಸ್ನೇಹಿತರು ಇಲ್ಲಿ ಆಗಮಿಸಿರ್ತಕ್ಕಂಥ 100-ലധികം കുങ്കിയാനകൾ കർണാടക വനം വകുപ്പിനുണ്ട്. പലയിടത്തും കാടിറങ്ങുന്ന കൊമ്പന്മാരെ മെരുക്കാൻ ഈ കുങ്കികൾ സഹായകരമാണ്. ആനകളെ കൈമാറുക മാത്രമല്ല, ആന്ധ്രയിലെ പാപ്പാന്മാർക്ക് പരിശീലനം കൂടി കർണാടക നൽകും. ആനപരിപാലനത്തിൽ ഇന്ത്യയിലെ തന്നെ മികച്ച മാതൃകയാണ് കർണാടക വനം വകുപ്പ്. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു. KV ശ്രീധരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീധരൻ, ഇതൊരു സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനപ്പുറത്തേക്ക് കർണാടകയുടെ ഭാഗത്തു നിന്നുണ്ടായത് വളരെ നല്ലൊരു പ്രവൃത്തിയാണല്ലേ? കാരണം ആന്ധ്രാപ്രദേശിൽ ഈ മനുഷ്യമൃഗ സംഘർഷം രൂക്ഷമായിരിക്കുകയാണ്. ഈ കാട്ടാനയൊക്കെ മെരുക്കാൻ കുങ്കിയാനകൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്കറിയാം. അപ്പോൾ നല്ലൊരു പ്രവൃത്തിയാണ് കർണാടകയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അല്ലേ? സന്ധ്യ, തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കർണാടക നിയമസഭയുടെ മുന്നിൽ ആദ്യമായിട്ടാണ് ഇത്രയും ആനകളിങ്ങനെ ഒന്നിച്ച് വരുന്നത്. പലപ്പോഴും മറ്റ് ചടങ്ങുകൾക്കൊക്കെ വേദിയാകാറുണ്ട്, പക്ഷേ ആനകളിങ്ങനെ വരുന്നത് ആദ്യമായിട്ടാണ്. അതിലൊരു കൗതുകം തന്നെയാണ് പ്രധാനമായിട്ടും അവിടെ ഉണ്ടായിരുന്നത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയൊരു കാര്യം തന്നെയാണ് കർണാടക സംസ്ഥാനം അയൽ സംസ്ഥാനമായിട്ടുള്ള ആന്ധ്രാപ്രദേശിന് ചെയ്യുന്നത്. 6 കുങ്കിയാനകളെ നൽകുന്നു. അതായത് ഈ കർണാടകയും ആന്ധ്രയും തമ്മിൽ വളരെ വലിയ വനമേഖല അതിർത്തിയായിട്ടുണ്ട്. ഈ വനമേഖലയിലൊക്കെ മനുഷ്യമൃഗ സംഘർഷമൊക്കെ സാധാരണ വാർത്തകളാണ്. ഓരോ വർഷം തോറും നിരവധി ജീവനുകളൊക്കെ അവിടെ നഷ്ടപ്പെടുന്നു. ഈ കാട്ടാന കാടിറങ്ങി വന്ന് കൃഷി നശിപ്പിക്കുന്നതൊക്കെ പതിവാകുന്നു. ഇങ്ങനെയുള്ള അവസരമൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരമായിട്ടാണ് ഈ കുങ്കിയാനകളെ അവിടേക്ക് എത്തിക്കാൻ ഒരു ആവശ്യം ഇപ്പോൾ ഉപമുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള പവൻ കല്യാൺ, അദ്ദേഹത്തിനാണ് വനംവകുപ്പിന്റെ കൂടി ചുമതല. അദ്ദേഹം കർണാടകയോട് ആവശ്യപ്പെടുന്നത്, കർണാടകയിൽ പ്രത്യേകിച്ച് ഈ നാഗർഹോളയിൽ നിന്നും അതുപോലെ തന്നെ കബനി ഭാഗത്തു നിന്നൊക്കെ നിരവധി ആനകളെ കുങ്കികളാക്കി മാറ്റുകയും ആനകളെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ ദുബാരെ പോലുള്ള സക്കരവേലു പോലുള്ള നിരവധി ആന ക്യാമ്പുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ആ ആന ക്യാമ്പുകളിൽ നിന്ന് കുറച്ച് ആനകളെ വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഏതായാലും പവൻ കല്യാണിന്റെ ആ വിളിക്ക് കൃത്യമായിട്ട് മറുപടി കർണാടകത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അങ്ങനെയാണ് ഈ ഒരു ആന സൗഹൃദത്തിന്റെ ഒരു കഥ കൂടി ഇവിടെ വരുന്നത്. ഏതായാലും 6 കുങ്കിയാനകളെയാണ് ആദ്യഘട്ടത്തിൽ കൈമാറിയിരിക്കുന്നത്. ഇതിനൊപ്പം പാപ്പാന്മാരെ നൽകിയിട്ടുണ്ട്. പാപ്പാന്മാർക്ക് പരിശീലനം നൽകാനുള്ള സൗകര്യമൊരുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ കർണാടകയും ആന്ധ്രയും തമ്മിലുള്ള അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തമ്മിൽ ഇങ്ങനെയുള്ള ഒരു ധാരണ അവിടെ നിലനിൽക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ കുങ്കിയാനകളെ കൈമാറുന്നുള്ള ഒരു കരാറൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ആന കൈമാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇതിലൊരു കൗതുകം എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഈ ജനപ്രതികളൊക്കെ ഇരിക്കുന്ന നിയമസഭയിലേക്ക് ആനകളിങ്ങനെ വരുന്നു, ആനകളെ കൈമാറ്റം ചെയ്യുന്നതൊരു ഒഫീഷ്യൽ ചടങ്ങായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ശരി ശ്രീധരൻ, തീർച്ചയായും എന്തായാലും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു ആന സൗഹൃദത്തിന്റെ വിശേഷമാണ് നമ്മൾ കേട്ടത്. അതോടൊപ്പം തന്നെ ശ്രീധരൻ പറഞ്ഞ പോലെ ആ കൗതുക കാഴ്ച, നിയമസഭയ്ക്ക് പുറത്ത് ഇത്രയും ആനകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ഒരു കൗതുക കാഴ്ച അതുകൂടി നമുക്ക് കാണാൻ സാധിച്ചു എന്നതാണ്. ശരി.